നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി ദൈവാനുഗ്രഹത്തിനായും ഈ ആരാധനയിലെ ദൈവസാന്നിധ്യത്തിനായും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഒരു വിശുദ്ധ ദിവസം കൂടെ കാണുവാൻ കർത്താവേ അവിടുത്തെ പരിശുദ്ധ നാമത്തെ ആരാധിപ്പാൻ അടിയങ്ങളെ അവിടുന്ന് ആരോഗ്യത്തോടും ശേഷിപ്പിച്ച വലിയ കൃപയെ നന്ദിയോടെ ഓർത്ത് തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. പ്രിയകർത്താവേ, ഒരാഴ്ച കൂടെ ജീവിക്കാൻ ദൈവം ഞങ്ങൾക്ക് അവകാശം തന്നല്ലോ, അനുവാദം തന്നല്ലോ. കർത്താവേ, ഞങ്ങൾ ദോഷികളും പാപികളുമാകുന്നു എങ്കിലും അവിടെ ഞങ്ങളോട് കാണിച്ച കരുണയ്ക്കായി സ്നേഹത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളായിരിക്കുന്നുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി അവിടുത്തെ പരിശുദ്ധ നാമത്തെ ആരാധിക്കാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തന്നതോർത്ത് തിരുനാമത്തെ നന്ദിയോടെ വാഴ്ത്തുന്നപ്പ. ദൈവമേ, കാലത്ത് ദൈവമേ, മഹാമാരിയാൽ അനേക ആളുകൾ വരുന്നതോറും ബാധിതരാകുന്നു. അനേകം പേര് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്നെ നോക്കി വിളിക്കുവാൻ അടിയങ്ങൾക്ക് അവിടുന്ന് ആയുസ്സ് ദീർഘമാക്കി തന്നല്ലോ. ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ദേശത്തെയും ഞങ്ങളുടെ സർവവിശ്വാസികളൊക്കെ അവിടുന്ന് ഇത്രത്തോളം കാത്ത് പരിപാലിച്ചല്ലോ. എല്ലാ നന്മകൾക്കായി തിരുനാമത്തെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ഈ ആരാധന ദൈവമേ ഞങ്ങളുടെ ദേശത്തിന് വിടുതലായി സൗഖ്യമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഈ നാളുകളിൽ കർത്താവേ, ജനത്തിന് വലിയ ഒരു പാപബോധവും കർത്താവേ ഒരു മാനസാന്തരവും അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, പ്രകൃതിയെ അടിയങ്ങൾക്ക് അവിടുന്ന് തന്നിരിക്കുന്നു. ദൈവമേ, ഈ ലോകത്ത് ജീവിക്കുന്നതിനും ഇതിൻ്റെ നന്മകളെ അനുഭവിക്കുന്നതിനൊക്കെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നു. ഇതൊക്കെയും അവിടുത്തെ സൃഷ്ടിയാകുന്നതിന് ഓർത്ത് കർത്താവിനെ പരിപാലിക്കുവാനും അതിനെ കാക്കുവാനും അതിനു വേണ്ടി പ്രവർത്തിക്കുവാനും ദൈവം ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന നിയോഗത്തിനായി സ്തോത്രം. കർത്താവെ, പാടുവാനും പ്രാർത്ഥിക്കുവാനും അതിനെ കേൾക്കുവാനും അവിടുന്ന് അടിയങ്ങളെ ബലപ്പെടുത്തണമേ. മടുത്തു മുഷിഞ്ഞു പോകാതെ ദൈവമേ നിന്നെ ആരാധിച്ച് സന്തോഷമുള്ളവരായി ജീവിക്കുവാനും നിങ്ങളെ സഹായിക്കണമേ. നമ്മളാൽ നിൽക്കുകയും മാനവും മഹത്വവും നിൽക്കുകയും ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ ഏറ്റവും വിനയമായി പ്രാർത്ഥിക്കുന്നു, എന്ന് കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായി ഞാൻ കീർത്തനങ്ങളിൽ 23-ാമത്തെ പാട്ട് നമുക്ക് പാടാം. കീർത്തനം 23. Jesús,
നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവ് പറയുന്നു, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവനെ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. തൃത്വത്തിന് സ്തുതി. സൈനികളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധവചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാവരങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ച് കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്ക് ഏറ്റവും വിനയത്തോടും താഴ്മയോടും ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഓർക്കാം. നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപം ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതി പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവരല്ല. പാപമൊഴിയ സർവത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് ആയിരിക്കുന്ന ആ സ്ഥലങ്ങളിൽ നമ്മുടെ തലങ്ങളെ ഉടക്കി നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് ഉയർത്തി നമുക്ക് സഹായം വരുന്ന നമ്മുടെ സങ്കേതവും നമ്മുടെ കോട്ടയും നമ്മുടെ ബലവുമായിരിക്കുന്ന നമ്മുടെ പാപങ്ങളെ എത്ര കഠിനവുമായിരുന്നാലും അധികം വിളിപ്പിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് നമ്മെ തന്നെ അടുത്ത് ചെല്ലാം. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതി പോകുവാൻ, നമ്മെ ശുദ്ധീകരിപ്പാൻ, നമ്മെ നീതീകരിപ്പാൻ വിശ്വസ്തനായ ദൈവം, നീതിമാനായ ദൈവം, അവിടുത്തെ രക്തത്താൽ ക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് നമുക്ക് വേണ്ടി തന്നെ നമ്മുടെ ദുനിയത്തോടെ കാരണമാണ് അനുതാപത്തോടെ താഴ്ന്നു ഹൃദയത്തെ ദൈവമേ നിരസിക്കുന്നില്ല. ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ കുറവുകളെ ഏറ്റുപറയാം. മൂന്നാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്നിട്ടുണ്ട്. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയോട് കൃത്യപ്രകാരം എന്നെ നന്നായി കഴിയുന്ന എന്റെ പാപം എന്റെ വെളിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങൾ ഞാൻ അറിയുന്നു.
എന്റെ പാപം കൂടി നിന്നോട് തന്നെ ഞാൻ പാപിച്ചു. നിനക്ക് ഇഷ്ടമായിട്ട് ഞാൻ ചെയ്യുന്നു. ദൈവമേ, നിർമ്മലമായ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ നിന്റെ രക്ഷയുടെ സന്തോഷം കരുണയുള്ള കർത്താവേ, അവിടുത്തെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകലപാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ അവിടുത്തെ സേവിപ്പാനായി അവരുടെ പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവവചന ശുശ്രൂഷയ്ക്കായി നമുക്ക് ഒരുങ്ങാം. കർത്താവിനെ വരുകയും നാം യഹോവയെ ഉല്ലസിച്ച് ഘോഷിക്കാൻ നമ്മുടെ രക്ഷയുടെ ഭാരപ്പെടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകലദേവന്മാർക്ക് മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവനതിനെ ഉണ്ടാക്കി, കരയെയും അവന്റെ എഴുമണിഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാം അവന്റെ ജനവും അവന്റെ ഇടയ്ക്കിലെ ആളുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഉണ്ടാകട്ടെ. ഇപ്പോൾ ഇന്നത്തേക്കുള്ള പാഠഭാഗങ്ങൾ വായിക്കുന്നതാണ്. ഒന്നാം പാഠം. ഇന്നത്തേക്ക് വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദഭാഗം എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 24 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. എഹെസ്കേൽ 36-ാം അധ്യായം 24 മുതൽ 36 വരെയുള്ള ദൈവത്തിന്റെ വചനങ്ങൾ. ഞാൻ നിങ്ങളുടെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്കും വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും. നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. ഞാൻ നിങ്ങളുടെ സകല മലിനതകളെയും നീക്കി നിങ്ങളെ രക്ഷിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇനിമേൽ ജാതികളുടെ ഇടയിൽ ക്ഷാമത്തിൻ്റെ നിന്ദ അനുഭവിക്കാതിരിക്കേണ്ടതിന് ഞാൻ വൃക്ഷങ്ങളുടെ ഫലവും നിലത്തിൻ്റെ വിളവും വർദ്ധിപ്പിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദുർമാർഗങ്ങളെയും നന്നല്ലാത്ത പ്രവൃത്തികളെയും ഓർത്ത് നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും മ്ലേച്ഛതകൾ നിമിത്തവും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. നിങ്ങളുടെ നിമിത്തമല്ല ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ബോധ്യമായിരിക്കട്ടെ എന്ന് യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങളുടെ നടത്തിപ്പ് നിമിത്തം ലജ്ജിച്ചു നാണിപ്പിൻ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കുന്ന നാളിൽ നിങ്ങളുടെ പട്ടണങ്ങളിൽ ഞാൻ ആളെ പാർപ്പിക്കും. ശൂന്യസ്ഥലങ്ങളെയും പണിയും. വഴിപോകുന്ന എല്ലാവരെയും കാഴ്ചയ്ക്ക് ശൂന്യമായി കിടന്നിരുന്ന പ്രദേശത്ത് കൃഷി നടക്കും. ശൂന്യമായി കിടന്നിരുന്ന ദേശം ഏദൻ തോട്ടം പോലെയായി തീർന്നുവല്ലോ. പാഴും ശൂന്യമായി ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങൾ ഉറപ്പും നിവാസികളും ഉള്ളവയായി തീർന്നുവല്ലോ എന്ന് അവർ പറയും. ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങളെ യഹോവയായ ഞാൻ പണിതു, ശൂന്യപ്രദേശത്ത് നടുതല വെച്ചുണ്ടാക്കി എന്ന് നിങ്ങളുടെ ചുറ്റും ശേഷിച്ചിരിക്കുന്ന ജാതികൾ അന്നറിയും. യഹോവയായ ഞാൻ അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ നിവർത്തിക്കുകയും ചെയ്യും. ഒന്നാം വേദഭാഗം വായിച്ച് അവസാനിക്കും. ദൈവമേ, അങ്ങേക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. ഇപ്പോൾ ഇന്നത്തേക്കുള്ള പ്രത്യേക സങ്കല്പം വായിക്കുക.
സങ്കീർത്തനം 29. സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. ദേവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പിൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പിൻ. യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു, പെരുവെള്ളത്തിന്മീതെ യഹോവ മഹത്വത്തിന്റെ ദൈവത്തിന് ഇടിമുഴക്കുന്നു. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു, യഹോവ ലേബാനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, അത് വനങ്ങളെ തോലിരിക്കുന്നു. അവന്റെ മന്ദിരത്തിൽ സകലവും മഹത്വമെന്ന് ചൊല്ലുന്നു. ചേർന്ന് വായിക്കാം. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠം അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള ദൈവവചനങ്ങളെ കേൾക്കും. റോമർ 8:18 മുതൽ 25 വരെ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടില്ല, അതിനെ കീഴ്പ്പെടുത്തിയവൻ്റെ കൽപ്പന നിമിത്തമത്രേ. സർവ്വസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ നിരങ്ങി ഈറ്റുനോവുകൂടിയിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായും ഇനി പ്രത്യാശിക്കുന്നത് എന്തിനെ? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഇവിടെ രണ്ടാം വേദഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്തെ യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും നിലാപൂർവ്വം അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേലൂതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളി. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ടത് ജീവൻ നൽകുന്ന സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. നാം തിരുവചനത്തിലേക്ക് ധ്യാനിക്കുന്നതിന് മുമ്പായി കീർത്തനങ്ങളിൽ 464 പാട്ട്. കീർത്തനം 464. നിത്യം ഞങ്ങളിൽ ചുറ്റും നിൽക്കും
തരണമേ. നമുക്ക് ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. വചനം ദൃഢമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്ത ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ വചനം ധ്യാനിക്കുവാൻ അടിയങ്ങൾക്ക് അനുവാദം ഒരുക്കി തന്നതോർത്ത സ്തോത്രം. അവിടുത്തെ വചനം ഈ സൃഷ്ടിയുടെ മേൽ ചെയ്യുന്ന ക്രിയകളെ കുറിച്ച് തിരുവചനത്തിൽ അടിയങ്ങൾ വായിച്ചല്ലോ. അവിടുത്തെ വചനം മഹിമയോടെ മുഴങ്ങും, അവിടുത്തെ വചനം ശക്തിയോടെ മുഴങ്ങും, അവിടുത്തെ വചനം ദേവതാവികളെ തകർക്കും, അവിടുത്തെ വചനം മാൻപേടകളെ പ്രസവിക്കുന്നതാക്കുന്നു, അത് കാമേശ്വരിനെ നടുക്കുന്നു. കർത്താവേ, അവിടുത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതായി ഒന്നുമില്ലല്ലോ. അടികളുടെ ഹൃദയങ്ങളൊക്കെ അവിടുത്തെ വചനം ശോധന ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം. കർത്താവേ, നിന്റെ വചനം അത് കാക്കുവാനും അത് കേൾക്കുവാനും ധ്യാനിക്കുവാനും അനുസരിക്കുവാനും അടികളെ അവിടുന്ന് സഹായിക്കണമേ. നിന്റെ വചനം ധ്യാനിച്ച് കർത്താവേ, ഞങ്ങൾ രൂപാന്തരപ്പെട്ടവരായി ജീവിക്കാൻ അവിടുന്ന് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ രൂപാന്തരം ഞങ്ങളുടെ ചുറ്റുപാടുകളുടെ ഞങ്ങളുടെ ദേശത്തിൻ്റെ രൂപാന്തരമായിട്ട് തീരുമല്ലോ. അതുകൊണ്ട് അവിടുത്തെ വചനം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ, ഞങ്ങളുടെ ഉടലിൽ ക്രിയ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ദൈവജനത്തിൻ്റെ അടിമ കാണിക്കട്ടെ. ആരും മുഖത്തുള്ളവരുടെ നിങ്ങളെ ഞങ്ങളോട് സംസാരിക്കണമേ. യേശുവിൻ നാമത്തിൽ വിനയമായി പ്രാർത്ഥിക്കുന്നത് എന്ന് കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധാരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം നിങ്ങളെ ക്ഷേമത്തോടെ ആരോഗ്യത്തോടെ കാക്കട്ടെ, ദൈവം പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. നമ്മുടെ ദേശത്ത് മഹാമാരി കുറവായിട്ടില്ല. അത് വർദ്ധിച്ചു വരുന്ന ചില സ്ഥലങ്ങളിലൊക്കെയും വളരെ ആശങ്കയോടുകൂടെയാണ് ഈ നാളുകളിൽ എല്ലാവരും ആയിരിക്കുന്നത്. ലോകത്തെ മൊത്തത്തിലുള്ള സ്ഥിതിയും വ്യത്യസ്തമല്ല. വളരെ രൂക്ഷമായ നിലയിൽ പല സ്ഥലങ്ങളിൽ മഹാമാരിയുടെ താണ്ഡവം അതിന് ഉച്ചസ്ഥായിയിലേക്ക് നീങ്ങുകയാണ്. എങ്കിലും സർവശക്തനായ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ വചനം നാം വായിക്കുമ്പോൾ അവൻ കടലിന് ഒരു അതിര് വെച്ചിരിക്കുന്നു. ആ അതിര് കടന്നു പോകുവാനായിട്ട് കടലിലെ മഹാസമുദ്രത്തിലെ കൂറ്റൻ തിരമാലകൾക്ക് പോലും സാധ്യമല്ലാത്ത വിധം ദൈവം അതിര് നിർണയിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ മഹാമാരി ദൈവം തമ്പുരാൻ വെച്ചിട്ടുള്ള ഒരു അതിരുണ്ട്. ആ അതിനപ്പുറം കിടക്കുവാനായിട്ട് ഒരിക്കലും അതിന് കഴിയുകയില്ല. ദൈവം അത് നിശ്ചയമായിട്ടും അതിനെ തടുത്ത് നിർത്തി അതിനെ ശാസിച്ചകറ്റും എന്ന് പൂർണ്ണമായി നാം വിശ്വസിക്കുകയാണ്, നാം അത് മനസ്സിലാക്കുകയാണ്. എങ്കിലും എന്തുകൊണ്ട് ദൈവമേ എന്ന് പലപ്പോഴും ചോദിക്കുകയാണ്. അനേക ആളുകൾ മരണപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവർക്ക് അവരെ കാണാൻ പോലും കഴിയാതെ ഉള്ള പ്രയാസങ്ങളൊക്കെ നാം മനസ്സിലാക്കുന്നു. മൃതദേഹം പോലും അതിനോടുകൂടെ മറവ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങളെ നാം അറിയുന്നു. ഇതൊക്കെയും കാണുമ്പോൾ എന്തുകൊണ്ട് ദൈവമേ എന്ന് അറിയാതെ തങ്ങളോട് ചോദിച്ച് പോവുകയാണ്. എന്നാൽ ദൈവത്തിന് നിശ്ചയമായും എല്ലാറ്റിൻ്റെയും പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട് എന്ന് നമുക്കറിയാം. ഈ ഭൂമിയെ, ഈ പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ചു എന്ന് തിരുവചനം നാം വായിക്കുന്നു, നാം അത് വിശ്വസിക്കുന്നു. നാം വായിക്കുന്നത് ദൈവം വെറുതെയല്ല അവരെ സൃഷ്ടിച്ചത്. ദൈവത്തിന് കൃത്യമായ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു ഓരോ കാര്യങ്ങൾക്കും എന്ന് നാം തിരുവചനത്തിൽ വായിക്കുകയാണ്. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുമ്പോൾ ദൈവം ആദ്യം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പിന്നീട് ഓരോ ദിവസങ്ങളിലെ സൃഷ്ടിയെക്കുറിച്ച് അവിടെ വിവരിക്കുന്നുണ്ട്. അതിനുശേഷം ദൈവം എല്ലാം നല്ലത് എന്ന് കണ്ടു എന്ന് നാം വായിക്കും. ദൈവം തിന്മയ്ക്കായിട്ടൊന്നും സൃഷ്ടിച്ചിട്ടില്ല. ദൈവം എല്ലാം നന്മയ്ക്കായിട്ടാണ് സൃഷ്ടിച്ചത്.
ദൈവം എല്ലാം നല്ലത് എന്ന് കണ്ടു. വളരെ മനോഹരമായിരുന്നു പ്രകൃതി എന്ന് നമുക്കറിയാം. എന്നാൽ എവിടെയാണ് കാണപ്പിഴകൾ സംഭവിച്ചത്, എവിടെയാണ് തകിടമറിച്ചലുകൾ ഉണ്ടായത് എന്നും വചനം നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യന്റെ വീഴ്ച, മനുഷ്യന്റെ അനുസരണക്കേട്, മനുഷ്യന്റെ പാപം. ദൈവം മനുഷ്യരോട് പറയുന്നുണ്ട്, നീ മുഖാന്തരം ഈ ഭൂമി ശപിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ഭൂമി ഫലം കൊടുക്കാതെ പോകും. ഈ മനോഹരമായിട്ടുള്ള ഏകത്തോട്ടത്തിന്റെ അനുഭവത്തിൽ നിന്ന് ഊഷരമായ ഭൂമിയിലേക്ക് മനുഷ്യന് അവിടെ മാറ്റപ്പെടുകയാണ്. ദൈവത്തിന്റെ പാപത്തിന്റെ മേലുള്ള അനുസരണക്കേടിന് മേലുള്ള ശിക്ഷയായിട്ട് നാം മനസ്സിലാക്കുകയാണ്. ആ ഒരു നിലയിൽ ചിന്തിച്ചാൽ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ മനുഷ്യന്റെ ദുഷ്ടത ഈ ഭൂമിയിൽ അത് വളരെ വലുത് എന്ന് ദൈവം കാണുകയാണ്. മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ട് ദൈവം അനുദപിക്കുകയാണ്. മറ്റ് യാതൊരു സൃഷ്ടികളെയും ഓർത്ത് ദൈവം അനുദപിക്കുന്നില്ല. എന്നാൽ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ഓർത്ത് മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ട് അനുദപിക്കുന്ന ദൈവത്തെ തിരുവചനത്തിലൂടെ നാം മനസ്സിലാക്കുന്നു. അത്രത്തോളം ദൈവഹൃദയത്തിന് ഭാരമുണ്ടാകാൻ മതിയായതായിരുന്നു മനുഷ്യന്റെ അനുസരണക്കേട്, മനുഷ്യന്റെ പാപം എന്ന് പറയുന്നത്. ആ ദൈവത്തിന്റെ ആ ഹൃദയത്തിന് മുറിപ്പെടുത്തുവാൻ തക്കവണ്ണം അത്ര ശക്തമായിരുന്നു മനുഷ്യന്റെ പാപം എന്ന് പറയുന്നത്. അതോടുകൂടി സകലവും തരണം പറയുകയാണ്. വിയർപ്പുകൊണ്ട് ജീവിക്കും, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. ദൈവത്തിന്റെ ഒരു ശാപം പോലെ വരികയാണ്. പ്രകൃതി മനുഷ്യന് എതിരായിട്ട് വരുന്ന അനുഭവങ്ങളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ജൂൺ മാസം 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനമാണ്. പരിസ്ഥിതി ദിനം, ഇക്കോളജി എൻവയൺമെന്റൽ സൺഡേ എന്ന് നാം പറയാറുണ്ട്. കഴിഞ്ഞ വർഷം പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഞായറാഴ്ച നമ്മുടെ ദേവാലയത്തിലും വൃക്ഷത്തൈകളൊക്കെ വിതരണം ചെയ്യുകയുണ്ടായി. ഈ വർഷം അതൊന്നും സാധിച്ചില്ല. എങ്കിലും വളരെ പ്രാധാന്യത്തോടുകൂടെ അത് ലോകമെങ്ങും ആചരിക്കുകയാണ്. സഭ വളരെ കാലത്തിന് ശേഷമാണ് പരിസ്ഥിതി ചിന്തകളിലേക്കൊക്കെ തിരിഞ്ഞത്. ഇതൊന്നും സഭയുടെ ഉത്തരവാദിത്തമല്ല, ഇതൊന്നും സഭയുടെ ചുമതലയിൽ പെടുന്ന കാര്യങ്ങളല്ല. ആത്മീയമായിട്ടുള്ള ആ ഒരു ചുറ്റുപാടിൽ പരിസ്ഥിതിക്കൊന്നും വലിയ സ്ഥാനമില്ല എന്നൊക്കെയാണ് അടുത്ത കാലം വരെ സഭ ചിന്തിച്ചത്. എന്നാൽ അത് പിന്നീട് മാറി ചിന്തിക്കുവാനായിട്ടിടയായി. അതിന് വളരെ പ്രാധാന്യം കൊടുത്തു. ഒരു ദിവസത്തെ ചിന്താവിഷയം തന്നെ അപ്രകാരമാണ്. അതിനെ സംബന്ധിച്ചുള്ള വേദപഠനങ്ങൾ ഉണ്ടായി. WCC ഒക്കെ അതിനെക്കുറിച്ച് വളരെ കാര്യമായിട്ട് ആലോചിക്കുവാനും ചിന്തിക്കുവാനും വളരെ പഠനങ്ങൾ നടത്തുവാനുമുള്ള തീരുമാനമുണ്ടായി. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ധാരാളം ദൈവവചന ചിന്തകൾ, പഠനങ്ങൾ ആഴത്തിൽ നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇക്കോളജി എന്നുള്ള വാക്ക് ഒയ്ക്കോസ് എന്നുള്ള വാക്കുമായി വളരെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ്. ഒയ്ക്കോസ് എന്ന് പറഞ്ഞാൽ മനുഷ്യാധിവാസമുള്ള മനുഷ്യൻ മുഴുവൻ സ്ഥലത്തെയും പ്രദേശത്തെയും ഉൾക്കൊള്ളുന്ന ഒരു അർത്ഥത്തിലാണ്. ഒയ്ക്കോസ് എന്ന് പറഞ്ഞാൽ ഭവനം എന്നുള്ള അർത്ഥം. ഈ മുഴു ലോകത്തെയും ഒരു വീടായിട്ട്, ഒരു ഭവനമായിട്ട് കാണുന്ന ആ ഒരു ആശയമാണ് അതിനുള്ളത്. ഒയ്ക്കോസും ഇക്കോളജിയും തമ്മിലുള്ള ബന്ധമാണ്. ഒയ്ക്കോനോമോസ് എന്ന് പറഞ്ഞാൽ കാര്യവിചാരം എന്നുള്ള അർത്ഥത്തിൽ പറയാറുണ്ട്, ഒരു നടത്തിപ്പുകാരൻ എന്നുള്ള അർത്ഥത്തിൽ പറയാറുണ്ട്. ആ വാക്കിൽ നിന്നാണ് എക്യൂമിനിസം, എക്കണോമിക്സ് എന്നുള്ള പദങ്ങളൊക്കെ പിന്നീട് ഉണ്ടായി. അപ്പോൾ ഈ ലോകം മുഴുവൻ ഒരു വീടാണ്, ഈ ഭൂമി നമ്മുടെ ഭവനമാണ് എന്നുള്ള ഒരു ചിന്തയാണ്. തീർച്ചയായിട്ടും തിരുവചനം അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. മനുഷ്യർക്ക് ദൈവം സൃഷ്ടിച്ച് മനോഹരമായി നൽകിയ ഒന്നിനും കുറവില്ലായി എല്ലാം മനുഷ്യന് ആവശ്യമുള്ളത് സൃഷ്ടിച്ചതിന് ശേഷമാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നത്. എന്നാൽ മനുഷ്യന്റെ അനുസരണക്കേട് അല്ലെങ്കിൽ
ദൈവത്തെ പോലെ ആകാനുള്ള മോഹം, അവന്റെ ആർത്തി അന്നും ഇന്നും മനുഷ്യനെ വലിയ ദോഷത്തിലേക്ക് കൊണ്ടുചെല്ലുന്ന ഒരു സംഗതി അതാണ് എന്ന് ഓർക്കുന്നു. പിന്നീട് അങ്ങോട്ട് കൃഷി പോലും മനുഷ്യന് സാധ്യമല്ലാത്ത വിധത്തിൽ, ഭൂമി ഫലം കൊടുക്കാത്ത വിധത്തിലൊക്കെ ആയിരിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെതാണ് ഈ ഭൂമി. അതിന് മനുഷ്യന് അതിന് നോട്ടക്കാരൻ അല്ലെങ്കിൽ അത് കാക്കുവാൻ രണ്ട് വാക്കാണ്, വർക്ക് ഇറ്റ് ആൻഡ് കീപ് ഇറ്റ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനുമാക്കി. രണ്ടാമത്തെ സൃഷ്ടി വിവരണത്തിലാണ് ഇത് പറയുന്നത്. കിഴക്കേതിൽ ഒരു തോട്ടമുണ്ടാക്കി അവിടെ മനുഷ്യനെ കൊണ്ടുപോയി ദൈവമാക്കി. അവിടെ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും ദൈവം അവനെ അവിടെ ചുമതലപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ സൃഷ്ടി വിവരണത്തിൽ പറയുന്നത് സബ്ഡ്യൂ ആൻഡ് ഡൊമീനിയൻ എന്നുള്ള രണ്ട് വാക്ക്. അതിനെ അടക്കി വാഴുക, അതിന്മേൽ വാഴുക, അടക്കി വാഴുക എന്നുള്ള ആ ഒരു ചിന്ത ഒന്നാമത്തെ സൃഷ്ടി വിവരണത്തിൽ പുസ്തകത്തിൽ നാം വായിക്കുന്ന രണ്ട് സൃഷ്ടി വിവരണങ്ങളാണ്. ഒന്നാം അധ്യായത്തിലും രണ്ടാം അധ്യായത്തിലും. അവിടെ ഒന്നാം അധ്യായത്തിലെ ആദ്യത്തെ സൃഷ്ടി വിവരണത്തിലെ കാര്യമാണ് നമ്മുടെ മനുഷ്യർ അല്ലെങ്കിൽ സഭ ഒക്കെ അഡോപ്റ്റ് ചെയ്ത് അടക്കി വാഴുക, അതിൻ്റെ മേൽ അടക്കി വാഴുക എന്നുള്ള ഒരു രീതി. നമുക്കറിയാം, നമ്മുടെ പല സ്ഥലങ്ങളിലും എങ്ങോ ചെയ്യുകയും അതുപോലെ തന്നെ കുരിശ് തന്നെ വെച്ച് അതിൻ്റെ മറവിൽ മരം മുറിക്കുകയും ഭൂമി കയ്യേറുകയും ചെയ്യുന്ന അനുഭവങ്ങളൊക്കെ അടുത്ത കാലത്തുണ്ടായി നാം എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. അപ്പോൾ അതിന് ഒരു ആത്മീയ പരിവേഷം കൊടുക്കുകയാണ്. ഭൂമി കയ്യേറുന്നതിനും അതിനെ അടക്കി വാഴുന്നതിനും ഉണ്ട്. അതുകൊണ്ട് അടക്കി വാഴുക എന്നുള്ള മനുഷ്യനെ ഇതിന്റെ മേൽ എന്തും ആകാമെന്നുള്ള ഒരു വ്യാഖ്യാനം ഉണ്ടായി. എന്നാൽ അതല്ല, രണ്ടാമത്തെ സൃഷ്ടി വിവരണത്തിൽ പറയുന്നതാണ് വളരെ കുറച്ചുകൂടെ ഈ കാര്യത്തിൽ സ്വീകാര്യമായ കാര്യം, അല്ലെങ്കിൽ ദൈവത്തിന് ഹിതകരമായ ഒരു കാര്യം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാണ് വർക്ക് ഇറ്റ് ആൻഡ് കീപ് ഇറ്റ്. അവിടെ ജോലി ചെയ്യുക, അതിനെ കാക്കുക. അപ്പോൾ പരിസ്ഥിതി ദിനത്തോട് അനുബന്ധിച്ച് ഈ വർഷം നമ്മൾ പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്ന ജൂൺ മാസം 14-ാം തീയതി ഇന്നത്തെ ചിന്താ വിഷയം എന്ന് പറയുന്നത് സൃഷ്ടിയുടെ വിമോചനത്തിനായിട്ടുള്ള നിലവിളി എന്നുള്ളത്. സൃഷ്ടിയുടെ വിമോചനത്തിനായിട്ടുള്ള നിലവിളി. ക്രിയേഷൻ ഗ്രോൺസ് ഫോർ ലിബറേഷൻ. ഗ്രോൺസ് എന്നുള്ള വാക്ക് നമ്മൾ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടു. അമേരിക്കയിൽ ഒരു കർത്തവർഗക്കാരൻ കൊല്ലപ്പെട്ടു. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് പറഞ്ഞ വാക്ക് എനിക്ക് ശ്വാസം മുട്ടുന്നു എന്നാണ്. എനിക്ക് ശ്വാസം മുട്ടുന്നു. അതിന്റെ പേരിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അമേരിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് പടർന്നു പിടിച്ചിരിക്കുന്നതായിട്ട് നാം വായിക്കുന്നു. അപ്പോൾ എനിക്ക് ശ്വാസം മുട്ടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതുപോലെ തന്നെയാണ് പ്രകൃതി ഈ വാക്കെല്ലാം ഉദ്ദേശിക്കുന്നത്. ഗ്രോൺസ്, വിമ്മിഷ്ടപ്പെടുക, ശ്വാസം മുട്ടുക, അല്ലെങ്കിൽ അമർത്തപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ധീരരോധന, ആ ഒരു കരച്ചിൽ. അപ്പോൾ പ്രകൃതിക്ക് ഇവിടെ ശ്വാസം മുട്ടുക, പ്രകൃതിക്ക് ശ്വാസം മുട്ടുക. നമുക്കറിയാം, ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ വന്ന റിപ്പോർട്ട്, ആളുകൾ നമ്മുടെ രാജ്യം മുഴുവൻ ലോക്ക്ഡൗണിലായപ്പോൾ പ്രകൃതിക്ക് ലോക്ക്ഡൗണിൽ നിന്നുള്ളൊരു മോചനം ലഭിച്ചു. ഡൽഹിയിലൊക്കെ അവിടെ വാഹനത്തിനൊക്കെ നിയന്ത്രണം വരുത്തിയായിരുന്നു, നമ്പറുകളൊക്കെ ക്രമീകരിച്ചായിരുന്നു സംവിധാനം ചെയ്തു. കാരണം അവിടെ അതിഭയങ്കരമായിട്ടുള്ള പുകമഞ്ഞുകൊണ്ട് മനുഷ്യന് ശ്വാസം മുട്ടുകയാണ്. മനുഷ്യൻ ജീവിക്കാനായിട്ട് കഴിയുകയില്ല. അത്ര ഭയങ്കരമായ പുകമഞ്ഞുകൊണ്ട് അവിടെ നിറയുകയാണ് വീഥികളും സ്ഥലങ്ങളും എല്ലാം. എന്നാൽ ഈ ലോക്ക്ഡൗൺ ആയപ്പോഴേക്ക് ആ പരിസ്ഥിതി ആകെ മാറുകയാണ്. ആ ഫോട്ടോയൊക്കെ നമുക്ക് കണ്ടു കാണും, പത്രത്തിലൊക്കെ വന്നതാണ്. ഡൽഹിയിൽ നിന്ന് നോക്കിയാൽ ഹിമാലയപർവ്വതം പോലും കാണത്തക്ക വിധത്തിൽ അന്തരീക്ഷം വളരെ ഭംഗിയാണ്, അന്തരീക്ഷം വളരെ സ്വച്ഛമായി. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കുറെ നാൾ അവിടെ വാഹനം ഓടാതിരുന്നപ്പോൾ ഉണ്ടായ ഒന്നാണ്. മറ്റൊരു റിപ്പോർട്ട് വന്നത് ഓസോൺ പാളി
ഒരു വലിയൊരു ലെയർ ഈ ഭൂമിക്ക് ചുറ്റുമുണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പൊ അതിന് വലിയൊരു വിള്ളൽ ഈ ഭൂമിയിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡും മറ്റ് ദോഷകരമായുള്ള വാതകങ്ങളും ഒക്കെ ചെന്ന് ഈ ഓസോൺ പാളിക്ക് വലിയൊരു വിള്ളൽ സംഭവിച്ചിരിക്കുകയാണ്. ഭൂമിയുടെ വലിപ്പമുള്ള ഒരു ദ്വാരം. അതിലൂടെ സൂര്യകിരണങ്ങൾ അതിലെ വിഷാംശമൊക്കെ നേരിട്ട് ഈ ഭൂമിയിലേക്ക് പതിക്കുന്നത് ഇവിടെ വലിയ തോതിലുള്ള ദോഷം സംഭവിക്കും, രോഗം ഉണ്ടാക്കും, മരണം ഉണ്ടാക്കും എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ. എന്നാൽ വന്ന റിപ്പോർട്ടുകൾ ഈ ഓസോൺ പാളിക്കുണ്ടായ വലിയ ദ്വാരം അടഞ്ഞുപോയി. ഈ ഭൂമിയിൽ കുറച്ചുനാൾ മനുഷ്യൻ സ്വസ്ഥമായി വീടുകൊണ്ടിരുന്നപ്പോൾ, ഫാക്ടറികളും വാഹനങ്ങളും ഒക്കെ അടഞ്ഞു കിടന്നപ്പോൾ ഇത്രത്തോളം വ്യത്യാസം ഈ പ്രകൃതിക്കുണ്ടായി എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ച പ്രകൃതി എത്ര മനോഹരവും എത്ര നല്ലതുമായിരുന്നു. അതിന്റെ ഒരു പൂർവ്വസ്ഥിതിയിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്ക്. അവിടെ കൊറോണ വന്നതുകൊണ്ട് ഇങ്ങനെയെല്ലാം ഗുണമുണ്ടായി, നന്നായി എന്ന് പറയാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ മഹാമാരി എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ ഒരു ശിക്ഷാവിധിയായിട്ട് തന്നെ കാണാം. എവിടെയെല്ലാം വിശുദ്ധ വേദപുസ്തകത്തിൽ മഹാമാരി വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ വെട്ടുക്കിളി വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ വലിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതെല്ലാം ദൈവത്തിന്റെ ന്യായവിധിയായിട്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ടാണ് ആദിമ മനുഷ്യരെ ജലപ്രളയത്താൽ ദൈവം നശിപ്പിക്കുകയാണ്. ആദിമ സൃഷ്ടിയെ ദൈവം നശിപ്പിക്കുകയാണ്. അവിടെ എല്ലാം നശിച്ചുപോയി. നോഹയുടെ പെട്ടകത്തിൽ കയറാതിരുന്ന മുഴുവൻ ജീവജാലങ്ങളും നശിച്ചു. മനുഷ്യന്റെ പാപം ദൈവത്തിന്റെ ഈ സൃഷ്ടിയെ ആകമാനം ബാധിക്കുന്നു എന്നുള്ളതിന് ഒരു തെളിവാണ്. അതുകൊണ്ട് ഒന്നാമതായിട്ട് നാം ഇവിടെ ധ്യാനിക്കുന്നത് ഈ പ്രകൃതി, ഈ പ്രപഞ്ചം ദൈവത്തിന്റെ കൈവേലയാണ്, ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ദൈവം നമ്മുടെ റോള് അടക്കി മാറുകയല്ല, വർക്ക് ഇറ്റ് ആൻഡ് കീപ് ഇറ്റ്. നമുക്കൊരല്പം വസ്തു തന്നാൽ തന്നെ അതിനെ പരിപാലിക്കാനും അതിനെ നോക്കുവാനും അതിനെ ഉള്ള ചുമതല നമുക്കുണ്ട്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മുടെ പള്ളിയുടെ സ്ഥലങ്ങളൊക്കെ കാട് പിടിച്ച് കിടക്കും, അല്ലെങ്കിൽ അന്യാധീനപ്പെട്ടു പോകും. അങ്ങനെയല്ല, അത് അനുഗ്രഹമാക്കി മനോഹരമാക്കി ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ അതിനൊക്കെ ഒരു ക്രമമുണ്ട്. അത് പ്രകൃതിയുടെ താളം തെറ്റിക്കുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളാണ്. മരം നട്ടു വളർത്തുകയും അതിനെ പരിപാലിക്കുകയൊക്കെ ചെയ്യാം. തീർച്ചയായിട്ടും ഈ പ്രകൃതിയോട് ഉത്തരവാദിത്വം ഒരു ദൈവ വിശ്വാസിക്ക് ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ പ്രകൃതിയെ പരിപാലിക്കുന്ന, നമ്മുടെ ഭവനത്തെ പരിപാലിക്കുന്ന തുല്യമാണ്. നമ്മുടെ ചിന്തയിൽ പറയും വൈക്കോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടാണ്, നമ്മുടെ താമസയിടം നാം വൃത്തിയായി സൂക്ഷിക്കും, ഭംഗിയായി സൂക്ഷിക്കും, മനോഹരമായി സൂക്ഷിക്കും. ദൈവം നമുക്ക് ദാനമായി നൽകി ഭൂമിയെ സംരക്ഷിക്കുവാൻ പരിപാലിക്കുവാൻ ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത്. രണ്ടാമതായിട്ട് നാം കാണുന്നത് മനുഷ്യന്റെ പാപം, മനുഷ്യന്റെ തിന്മ പ്രവൃത്തികൾ, തെറ്റായ ചെയ്തികൾ ഈ മുഴുവൻ പ്രപഞ്ചത്തെയും പ്രതികൂലമായിട്ട് ബാധിക്കും. ഈ മുഴുവൻ ജീവജാലങ്ങളെയും പ്രതികൂലമായിട്ട് ബാധിക്കും. ചലിക്കുന്നതും അല്ലാത്തതുമായുള്ള മുഴുവൻ ദൈവത്തിന്റെ സൃഷ്ടിയെയും മനുഷ്യന്റെ പാപം ദോഷമായിട്ട് ബാധിക്കുമെന്നാണ് എസ്കേൽ പ്രവചനം വായിച്ചത്. അവിടെ പറയുന്നത് മനുഷ്യൻ വളരെ സമ്പൽ സമൃദ്ധിയൊക്കെ വന്നു, ദൈവത്തെ അറിയാതെ ജീവിച്ചു. അവിടെ വളരെ അനീതി ഉണ്ടായി സമൂഹത്തിൽ. പല സാധുക്കളെയും പീഡിപ്പിച്ചു, ഭീഷണിപ്പെടുത്തി, അവിടെയൊക്കെ പിടിച്ചു പറിച്ചെടുത്തു. ആ ഒരു പശ്ചാത്തലത്തിൽ ദൈവത്തിന്റെ വലിയ ന്യായവിധി അവിടെ പറയുക, ന്യായവിധിയെ കുറിച്ച് പ്രവാചകൻ പറയുക, അല്ലെങ്കിൽ ജനത്തിന് വരേണ്ട രൂപാന്തരത്തെ കുറിച്ച് ദൈവം പറയുക. ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും, പുതിയൊരു ആത്മാവിനെ നിങ്ങളിലാക്കും. അപ്പോൾ പുതിയ ഹൃദയവും പുതിയ ആത്മാവുമുള്ള ഒരു മനുഷ്യന്റെ ജീവിത ചര്യയാണ് അവിടെ തുടർന്ന് വായിക്കുന്നത്. അങ്ങനെ മനുഷ്യൻ രൂപാന്തരപ്പെടുമ്പോൾ ചില ദിവസങ്ങൾക്ക് മുമ്പ് നാം വായിച്ച ഒരു ഭാഗം തന്നെയാണത് എന്ന് ഒരിക്കലും വിഷയം വേറെയാണ്. അങ്ങനെ ദൈവജനത്തിന് രൂപാന്തരം വരുമ്പോൾ ഭൂമിക്കുണ്ടാകുന്ന രൂപാന്തരത്തെ കുറിച്ച്, പ്രകൃതിക്കുണ്ടാകുന്ന രൂപാന്തരത്തെ കുറിച്ച് അവിടെ പ്രവാചകൻ പറയുക. വിളയുണ്ടാകാതിരുന്ന, ഫലം വിളയാതിരുന്ന, മരുഭൂമി പോലെ കിടന്നിരുന്ന സ്ഥലം ഏകത്തോട്ടം പോലെ ആകുമെന്ന് പ്രവാചകൻ പറയുകയാണ്. അപ്പൊ മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിയുമ്പോൾ
ദൈവോന്മുഖമായി മനുഷ്യൻ ജീവിക്കുമ്പോൾ, ദൈവഹിതപ്രകാരം ജീവിക്കുവാനായിട്ട് മനുഷ്യൻ സമർപ്പിക്കുമ്പോൾ, അവന്റെ അഹങ്കാരവും അനീതിയും ഉള്ളതായി മാറ്റി മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് പുതിയ ഹൃദയവും പുതിയ ആത്മാവും ഉള്ള പുതുമനുഷ്യനായി രൂപാന്തരപ്പെടുമ്പോൾ പ്രകൃതിക്കും ആ വലിയ വ്യത്യാസമുണ്ടാകും. മരുഭൂമി ഏതെന്തോട്ടം പോലെയാകുമെന്ന് പറയും പ്രവാചകൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇത് ദൈവവചനത്തിൽ പഠിപ്പിക്കണം. മനുഷ്യന്റെ രൂപാന്തരമാണ് ചുറ്റുപാടുകളുടെ രൂപാന്തരത്തിന് കാരണമാകുന്നത്, പ്രകൃതിയുടെ രൂപാന്തരത്തിന് കാരണമാകുന്നത്. അന്ന് നിങ്ങൾ ഭൂമിയൊക്കെ നന്നായിട്ട് വിടയും, അനുഗ്രഹമായി തീരും, പഴയ കാലം പോലെയാകും, സന്തോഷ സമൃദ്ധി ഉണ്ടാകും, നിങ്ങളുടെ ദേശം നന്മ തരും, അത് വിടതരും എന്നവിടെ പറയും. ഇന്ന് എല്ലാവരുടെയും പരാതി കൃഷി നഷ്ടമാണ്, കൃഷി ഒന്നും ഉണ്ടാകുന്നില്ല, ആധുനിക സംവിധാനങ്ങളും അത്യാധുനിക സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചാൽ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. എന്നാൽ മരുഭൂമിയെ ഏതെന്തോട്ടം പോലെ പുതുക്കുവാൻ കർത്താവ് മതിയായവനാണ്. മനുഷ്യൻ രൂപാന്തരപ്പെടുമ്പോൾ, മനുഷ്യന്റെ മാറ്റം ഉണ്ടാകുമ്പോൾ പ്രകൃതിക്ക് മാറ്റമുണ്ട്. അതിന്റെ ഒരു അടയാളം തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത്. മനുഷ്യൻ അടങ്ങിയിരുന്ന സമയത്ത് പ്രകൃതി അത് വളരെ തെളിച്ചമുള്ളതായിട്ട് മാറും. അതിന് വലിയ വ്യത്യാസമുണ്ടാകും എന്ന് നാം കാണുന്നു. അതുപോലെ പ്രിയമുള്ളവരെ, പ്രകൃതിയോടുള്ള ക്രൂരത, മനുഷ്യനോട് ക്രൂരത, മനുഷ്യൻ മറ്റ് ജീവജാലങ്ങളോടുള്ള ക്രൂരത, മനുഷ്യനെ മണ്ണിനോട് ചെയ്യുന്ന ക്രൂരത, അതൊക്കെ ദൈവത്തെ സഹിച്ചുകൂടാ എന്നുള്ളത് തന്നെയാണ് ഈ ഭാഗം, ഈ വിഷയം നമ്മെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് സകല സൃഷ്ടിയെയും റോമാലേഖനം 8-ാം അധ്യായത്തിൽ നാം വായിച്ചു. സകല സൃഷ്ടിയും വീഴ്ചയോടിരിക്കുകയാണ്. ആ ദ്രവത്വത്തിൽ നിന്നുള്ള ആ വീണ്ടെടുപ്പിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് സകല സൃഷ്ടിയും എന്നാണ്. അത് മനുഷ്യൻ മാത്രമല്ല, ദൈവത്തിന്റെ സൃഷ്ടിക്ക് ആകമാനം ഒരു വീണ്ടെടുപ്പുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാ സൃഷ്ടിയും മത്തായി സുവിശേഷത്തിൽ അവസാനം ആയിരിക്കുന്ന യേശു കർത്താവിന്റെ അന്ത്യാജ്ഞാപനത്തിൽ പറയുന്നതാണ്. ഭൂലോകത്തിൽ സകല സൃഷ്ടിയോടും പോയി സുവിശേഷം പറയുന്നു, സുവിശേഷം അറിയിക്കും എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടിക്കും മനുഷ്യനൊരു സുവിശേഷമായി ഇവിടെ ജീവിക്കണമെന്ന് തന്നെയാണ്. എല്ലാ സൃഷ്ടികളുമായും ദൈവത്തിന്റെ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സൃഷ്ടികളുമായും മനുഷ്യൻ സമരസപ്പെട്ടു പോകണം എന്ന് തന്നെയാണ്. അതിനോട് എതിരായിട്ടല്ല. അപ്പൊ ആളുകൾ ചോദിക്കും, ഇവിടെ ഫാക്ടറി വേണ്ടേ, ഇവിടെ വികസനം വേണ്ടേ, ഇവിടെ മനുഷ്യൻ തൊഴിൽ വേണ്ടേ? ഈ ദിവസങ്ങളിലായിട്ട് ചെറിയ ചർച്ചകളിലും വാർത്തകളിലും ഒക്കെ നടന്നിരിക്കുന്ന ഒരു കാര്യമാണ് അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി വേണമോ വേണ്ട എന്ന്. അത് വേണമെന്നോ വേണ്ട എന്ന് പറയാനല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ പ്രകൃതി ഇത്രത്തോളം വികൃതിയായിട്ട് കാണിക്കുന്നത് മനുഷ്യന്റെ പ്രവൃത്തിയാണ് എന്ന് വളരെ വ്യക്തമായി തെളിയിച്ചുകൊണ്ടിരിക്കുക. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞ സംഭവം, ആഗോള താപനം, അത് വലിയ തോതിലുള്ള പ്രശ്നമായിട്ട് മാറിയിരിക്കുക. ഈ നാളുകളിലാണ് ഇത് കണ്ടുപിടുത്തങ്ങൾ പോയത്. അതുപോലെ തന്നെ മനുഷ്യൻ ഉമിഞ്ഞു കൂട്ടുന്ന വേസ്റ്റുകൾ അത്രയും അങ്ങോട്ട് പോയില്ലെന്ന് നമുക്കറിയാം. നമ്മുടെ ചുറ്റുപാടുകൾ മനുഷ്യനെ ദോഷമായിട്ട് ബാധിക്കുന്ന വൈറസുകളും കൃമികീടങ്ങളും കൊതുകുമെല്ലാം പകരുന്നത് മനുഷ്യന്റെ ശരിയല്ലാത്ത വിധത്തിലുള്ള കൈകാര്യങ്ങളാണ്. വേസ്റ്റുകളെല്ലാം കൊണ്ടുകൂട്ടുന്നത് കൊണ്ടാണ്. കഴിഞ്ഞ ജലപ്രളയം വന്നപ്പോ തെരുവിലോട്ട് വലിച്ചെറിഞ്ഞ വേസ്റ്റുകളൊക്കെ തിരിച്ച് വീടുകളിലേക്ക് വന്നു. അന്ന് ചില ആളുകളൊക്കെ പറഞ്ഞു, മനുഷ്യൻ വീട്ടിൽ നിന്ന് വലിച്ച് പുറത്തോട്ടിട്ടത് അത് ജലപ്രളയം തിരിച്ച് വീട്ടിൽ തന്നെ എത്തിച്ചു പറയുകയുണ്ടായി. അപ്പോൾ ഒരു ശ്രദ്ധയുമില്ല, ഒരു വിവേചനവുമില്ല. ദൈവത്തിന്റെ ഈ പ്രകൃതിയോട് മനുഷ്യൻ ചെയ്യുന്ന ക്രൂരത, അതിനൊരു തിരിച്ചടിയുണ്ട്. Every action there is a equal and same reaction എന്ന് പറയാം. എവിടെയും ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകും. മനുഷ്യൻ അതുകൊണ്ട് പ്രകൃതി മനുഷ്യന് ഇപ്പോൾ മഴയാണെങ്കിലും പ്രശ്നമാണ്, വെയിലാണെങ്കിലും പ്രശ്നമാണ്, ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല. ഈ വർഷവും വലിയ തോതിലുള്ള മഴ വരും, പ്രളയമഴ വരും എന്നാണ് പറഞ്ഞത്. നമുക്ക് അറിഞ്ഞു, എല്ലാവരും പേടിച്ചിരിക്കുക. ഡാമുകളൊക്കെ തുറന്നു വിടുമോ, ജലപ്രളയം ഉണ്ടാകുമോ, കടൽ തീരത്ത് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ ഭയന്നിരിക്കുക. കടല് കലിതുള്ളുകയാണ്. അപ്പോൾ പ്രകൃതി മൊത്തത്തിൽ മനുഷ്യന് എതിരായിട്ട് വരുന്ന മനുഷ്യന്റെ തിന്മയുടെ
പാപത്തിന്റെ ഫലമാണെന്ന് ദൈവത്തിന്റെ വചനം പറയുക. അതിന് പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ മനസാന്തരപ്പെടുക. പുതിയൊരു ഹൃദയവും പുതിയൊരു ആത്മാവും ലഭിച്ച ആ ഒരു അനുഭവത്തിലേക്ക് മനുഷ്യൻ വരുമ്പോൾ ഈ പ്രകൃതി അവൻ അനുകൂലമായി മാറും. ഈ പ്രകൃതിക്ക് അനുകൂലമായി ജീവിക്കാൻ, ഈ പ്രകൃതിയുമായി സമരസപ്പെട്ട് ജീവിക്കാൻ മനുഷ്യൻ തീരുമാനിക്കുമ്പോൾ പ്രകൃതിയിൽ വലിയ രൂപാന്തരമുണ്ടാകും. അത് വളരെ സത്യമായ കാര്യമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ദാനമാണ് നമുക്ക് നൽകിയ ഈ ചുറ്റുപാടുകൾ, നമ്മുടെ പ്രകൃതി, നമ്മുടെ മരങ്ങളും വനങ്ങളും പുഴകളും തോടുകളും ആറുകളും അതുപോലെ സമുദ്രവും എല്ലാം ദൈവം തന്നതാണ്. അതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. തീർച്ചയായും അനുഗ്രഹിക്കപ്പെട്ട ദേശമാണ് നമ്മുടെ ദേശം. ധാരാളം പുഴകളും നദികളും കുന്നുകളും മരങ്ങളും താഴ്വരകളും പച്ചപ്പ്. ഒരു ചെറിയ കഥ വായിക്കുമ്പോൾ പച്ചയെ കുറിച്ച് വായിക്കുക. ഭക്ഷ്യശൃംഖലയുടെ ഏറ്റവും ആദ്യ കണ്ണിയാണ് പച്ച. പച്ചയ്ക്ക് മാത്രമേ പാചകം ചെയ്യാനായിട്ട് കഴിയൂ, ഭക്ഷണം പാകപ്പെടുത്താൻ കഴിയൂ. അതാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ഓക്സിജനെ ജീവവായുവിനെ പുറന്തള്ളുന്ന അവസ്ഥ എന്ന് പറയും. അത് പച്ചയ്ക്ക് മാത്രമേ സാധിക്കൂ. വൃക്ഷലതാദികൾ ചെയ്യുന്നതാണ്. നമുക്ക് ആവശ്യമായുള്ള ശുദ്ധവായുവിനെ നൽകി നമുക്ക് ആവശ്യമില്ലാത്ത കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രകൃതി ഇങ്ങനെ സന്തുലിതാവസ്ഥയിൽ നിലനിൽക്കുന്നത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ അതിനെല്ലാം ഒരു സന്തുലിതാവസ്ഥയുണ്ട്, ഒരു താളക്രമമുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്തതിനെല്ലാം, പ്രത്യക്ഷത്തിൽ ആവശ്യമില്ലാത്തതിനെല്ലാം നശിപ്പിച്ചു കളയുക എന്ന മനുഷ്യന്റെ ഒരു പരിപാടി അത് പ്രകൃതിക്കെതിരാണ്. ഫലത്തിൽ ദൈവത്തിനെതിരാണ്. അതാണ് ചിന്തിക്കുന്നത്. ദൈവത്തോടുള്ള ഈ പ്രകൃതിയോടുള്ള പാപം ഒരർത്ഥത്തിൽ അത് കനിഞ്ഞ് നൽകിയ ദൈവത്തോടുള്ള പാപം. മഴ തോർന്നാൽ ഇത്ര വലിയ പ്രളയമഴ പെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞാലും നമുക്ക് ടാങ്കറിലൂടെ വെള്ളമടിക്കണം. അതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. കാരണം ജലസ്രോതസ്സുകളൊക്കെ ഇല്ലാതെയായി. പുഴകളിൽ നിന്ന് മണലെല്ലാം കോരിയെടുത്ത് അടിത്തട്ട് കണ്ടു. അതുകൊണ്ട് 4 വെയിൽ കഴിയുമ്പോൾ അവിടെ വെള്ളമില്ലാതെ ആകുകയാണ്. ഇതെല്ലാം മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്തായാലും മറ്റു പല ചോദ്യങ്ങളും അതിന് മറുഭാഗത്തുണ്ടാകാം. പക്ഷെ നമുക്കൊരു നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതിനെ ആത്മീയമായിട്ട് കാണുന്ന വിഷയമാണ്. ചില ആളുകൾ പറയുന്നത് ഈ പ്രകൃതിയെക്കുറിച്ചും മരത്തെക്കുറിച്ചും മാലിന്യത്തെക്കുറിച്ചും കാക്കയെക്കുറിച്ചും പൂച്ചയെക്കുറിച്ചും പറയാനുള്ളതാണ് ഈ ഞായറാഴ്ച ദിവസം. അത് ദൈവത്തിന് പറയാനുള്ളതാണ്, ദൈവവചനം പറയാനുള്ളതാണെന്നൊക്കെ പറയുന്നു. എന്നാൽ ഇത് ദൈവവചനം തന്നെയാണ്. ഇത് ആത്മീയമായി പറയുന്ന വിഷയമാണ്. ഒരു ആത്മീയ പ്രശ്നമാണ്. നമ്മുടെ ജീവിതത്തിന്റെ രൂപാന്തരം, നമ്മുടെ ജീവിതത്തിന്റെ മാറ്റം അത് ഈ പ്രകൃതിയുടെ മാറ്റത്തിന് മുഖാന്തരമായിട്ട് മാറും എന്നുള്ളത് പ്രിയമുള്ളവരെ. അതുകൊണ്ട് മഹാമാരി മനുഷ്യന് വേലാഞ്ഞടിക്കുകയാണ്. ഒരു മാനസാന്തരം ഉണ്ടാകുമ്പോൾ ദേശത്തിന് വ്യത്യാസമുണ്ടാകും. ഈ നാളുകളിൽ അത് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്നതാണ്. യേശു കർത്താവ് പറഞ്ഞ പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുകയാണ്. പിതാവിനെ അയച്ചു. യേശു കർത്താവ് ഈ ലോകത്തിൽ വന്നത് ഈ ലോകത്തിന് വിടുതലിന് വേണ്ടിയാണ്. ഈ ലോകത്തെ രക്ഷിക്കുവാനായിട്ടാണ് യേശു വന്നത്. തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി തന്റെ ജീവനെ നൽകുവാനായിട്ടാണ് യേശു ലോകത്തിലേക്ക് വന്നത്. ഈ ലോകത്തെ വീണ്ടെടുക്കാൻ കർത്താവ് ലോകത്തിലേക്ക് ആ ഒരു ദൗത്യമാണ്, ശുശ്രൂഷയാണ് പ്രിയമുള്ളവരെ നമുക്കും സഭയായിട്ട് നൽകിയിരിക്കുന്നത് എന്ന് ഓർക്കണമേ. നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാകട്ടെ. അകമാനമായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ, മനസ്സാന്തരം ഉണ്ടാകുമ്പോൾ, പുതിയ ആത്മാവ്, പുതിയ ഹൃദയം, പുതിയ മനുഷ്യത്വം, പുതിയ ചിന്തകൾ, പുതിയ പുതിയ ആശയങ്ങൾ, ദൈവവിധ പ്രകാരമുള്ള ഈ ദൈവം നൽകി തന്ന പ്രകൃതിക്ക് എതിരാകാത്തുള്ള പ്രവൃത്തികൾ, രീതികളെല്ലാം ഉണ്ടാകുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും, നമ്മുടെ ദേശത്തെ അനുഗ്രഹിക്കും, നമ്മെ അവൻ സൗഖ്യമാക്കും എന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് കരടവാക്കാവുന്ന നിമിഷങ്ങൾ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, പരിശുദ്ധ പിതാവേ, അവിടുത്തെ വചനം ധ്യാനിക്കുവാൻ അവിടുന്ന് അടിമക്ക് കൃപ തന്നല്ലോ. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിന് വേണ്ടി ആകാംക്ഷയോട് കാത്തിരിക്കുന്നത് സർവ സൃഷ്ടി കൂടിയിരിക്കും. കർത്താവേ, ഈ സൃഷ്ടി നിലവിളിക്കുന്നു. ഈ സൃഷ്ടി മനുഷ്യന്റെ പാപനിമിത്തം തകർന്നിരിക്കുന്നു, മുറിവേറ്റിരിക്കുന്നു. ഈ ഭൂമി
മനസ്സിലാക്കുവാനും നാളുകളിൽ അവിടുന്ന് സഹായിക്കണമേ. അതുകൊണ്ട് കർത്താവേ, ഈ നാളുകളിൽ ദൈവത്തിലേക്ക് തിരിയുവാൻ പുതിയ ഹൃദയം, പുതിയ ആത്മാവുള്ളവരായി, പുതിയ ദർശനമുള്ളവരായി കർത്താവെ ജീവിക്കുവാൻ അവിടുന്ന് തൻ്റെ ജനത്തെ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ ഏറ്റവും വിനീതമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ വസിക്കുന്ന ഈ ഭൂമി ഞങ്ങളുടെ ഭവനമാണ് എന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ വെളിവായി പ്രവർത്തിപ്പാൻ നീടിയും ഒഴിക്കണം. ഈ വചനം കേട്ട എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കണം. ആവശ്യമിരിക്കുന്നവരോട് സഹായിക്കണം, ആശ്വസിപ്പിക്കണം. വചനത്താൽ അവിടുന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിയ ചെയ്യണം. യേശുവിൻ നാമത്തിൽ ഏറ്റവും വിനയമായി പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ. ആമേൻ. നമുക്ക് നിന്നുകൊണ്ട് നമ്മുടെ വിശ്വാസം, അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിൽ നമുക്ക് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ശുദ്ധാത്മാവിനാൽ നിങ്ങളിൽ വാതിൽക്കൽ ജനിച്ച് വന്ധ്യോസ്തിയിൽ കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ടു അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് സർവശക്തിയുള്ള പിതാവായ ദൈവത്തെ വാഴ്ത്തുന്നു. അവിടുന്ന് മരിച്ചവരെ ന്യായവിധിക്കാൻ നിയമിച്ചു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധവാക്യങ്ങളുടെ സഭയിൽ വിശുദ്ധമായ സംസർഗത്തിൽ പാപമാനത്തിൽ ശരീരത്തിലെ നിത്യമായ ജീവനെ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇത്രത്തോളം ദൈവം നമ്മെ കാത്തു പരിപാലിച്ചു. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹത്തിനായി ദൈവത്തിന് സ്തോത്രം കരയുന്നു. ദൈവത്തിനെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ചെറിയ ഒരു ഇളവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഞായറാഴ്ച വളരെ പരിമിതമായ ആളുകൾക്ക് വന്ന് ആരാധനയിൽ സംബന്ധിക്കാമെന്നുള്ള അനുവാദം നമുക്ക് ലഭിച്ചിരിക്കുന്നു. മഹായുടെ പേരിൽ ലഭിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. പ്രതീക്ഷിത ആറടി അകലത്തിൽ ഓരോ ആളുകൾ നിൽക്കാൻ പാടുള്ളൂ. മാസ്ക് നിർബന്ധമാണ്. അതുപോലെ തന്നെ ഈ മഹാമാരിയിലേക്കായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള സംവിധാനങ്ങൾക്ക് നാം ഒരുക്കി വരുന്നു. അതുകൊണ്ട് കുറച്ച് ആളുകൾക്ക് മാത്രം 30 പേർക്ക് നമ്മുടെ ദേവാലയത്തിൽ ഈ ഒരു നിബന്ധന അനുസരിച്ച് ആരാധനയിൽ പങ്കെടുക്കാം. അതിനുള്ള ആളുകൾ വരുവാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഓൺലൈൻ ആരാധന നിർത്തുന്നില്ല. നിങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും ഈ ആരാധനയുടെ ഒരു സന്തോഷം എന്നിവയിൽ ലഭിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്കിലും കുറേ ആളുകൾ, കുറച്ച് ആളുകൾ മാത്രമേ കാണുന്നുള്ളൂ ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിലും അവരുടെ ആഗ്രഹവും താല്പര്യവും അനുസരിച്ച് ഈ ഓൺലൈൻ ആരാധന നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോകും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോ ഏരിയ ഞാനത് നമ്മുടെ ഗ്രൂപ്പിൽ, പള്ളിയുടെ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. ആ ഏരിയയിലുള്ള ആളുകൾക്ക് ആരാധനയിൽ വന്ന് പങ്കെടുക്കാവുന്നതാണ്. പ്രായപരിധി നിങ്ങൾക്ക് അറിയാമല്ലോ. 11 വയസ്സിനും 65 വയസ്സിനും മധ്യേ പ്രായമുള്ളവർക്കാണ് അനുവാദമുള്ളൂ. അവർക്ക് ആരാധനയിൽ വന്ന് സംബന്ധിക്കാവുന്നതാണ്. അല്ലാത്തവരുടെ ഭവനങ്ങളിൽ ഇരുന്ന് ഈ ആരാധനയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. പ്രത്യേകം എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കണമേ. നമ്മുടെ ദേശത്തെ ഈ ബാധ അതിവേഗം വിട്ടുമാറുവാൻ ദൈവത്തിൻ്റെ ഇടപെടൽ ആവശ്യമാണ്. നമുക്കറിയാം, മനുഷ്യൻ ഇതുവരെ അവർ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അവർ വാക്സിനേഷൻ അതിലില്ല. അത് ഒരിക്കലും ദൈവത്തിൻ്റെ ഇടപെടലില്ലാതെ ഇത് മാറിപ്പോവുകയില്ല എന്നുള്ള സംശയം. അതുകൊണ്ട് വളരെ താല്പര്യത്തോടെ എന്നോട് പ്രാർത്ഥിക്കണമേ എന്നൊരു വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. മറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കഴിയുന്നിടത്തോളം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. നമുക്ക് ഈ രോഗം വരാതെ ആർക്കും വരാതിരിക്കട്ടെ. നമുക്ക് ആർക്കും ഇത് വരാതിരിക്കട്ടെ. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് ശ്രദ്ധയോടെ, വളരെ കരുതലോടെ നമ്മുടെ ജോലി ചെയ്യാതിരിക്കാൻ സാധിക്കുകയില്ല. യാത്ര ചെയ്യുന്നവരുണ്ട്, ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർ, നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ, അതുപോലെ തന്നെ നമ്മുടെ ചില സഹോദരിമാർ നഴ്സുമാരായിട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ ഓർത്ത് പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണമേ. അവർക്ക് ജോലി ചെയ്യാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും ഞങ്ങൾക്ക് ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് ഓർമ്മിക്കുകയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തമ്മിൽ നമുക്ക് വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യാം. ആരെങ്കിലും ആവശ്യമുള്ളവരൊക്കെ തീർച്ചയായിട്ടും എന്നെ അറിയിച്ചാൽ ഭവനങ്ങളിൽ വന്ന് പ്രാർത്ഥിക്കുന്നതാണ്. സാധാരണ ഭവന സന്ദർശനം ഇപ്പോൾ സാധ്യമല്ലല്ലോ.
അറിയാമല്ലോ. അതുകൊണ്ട് ആത്മീയമായി ആരും കടന്നു പോകരുത്. നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനും അതിനെ വായിക്കാനും നമ്മുടെ വിശ്വാസത്തിൽ വളരാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലമുറക്കാം. ദൈവസന്നിധിയിൽ പൊതുവായ നമ്മുടെ വിഷയങ്ങളെ ആവശ്യങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നാം ഈ നാടുകളിൽ വളരെ ഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന വിഷയമാണല്ലോ ഈ COVID-19 എന്ന മഹാമാരി. അത് ലോകത്ത് വളരെയധികം ദുരിതം വിതച്ചുകൊണ്ടിരിക്കുക. മനുഷ്യരെ വളരെ പരിഭ്രാന്തിയോടെ കഴിയുന്നു. അനേകം ആളുകൾ മരണപ്പെട്ടു. ഓരോ ദിവസവും ആയിരക്കണക്കിനായ മനുഷ്യർക്ക് രോഗബാധിതരായി തീരുന്നു. അതുപോലെ തന്നെ മറ്റ് പല മനുഷ്യന്റെ എല്ലാ അവസ്ഥകളിലും മനുഷ്യന്റെ എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങളെയും ബാധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. സാമ്പത്തിക തകർച്ച സംഭവിച്ചിട്ടുണ്ട്. തൊഴിൽ നഷ്ടം കോടിക്കണക്കിന് ആളുകൾക്ക് തൊഴിലില്ലാതെ ബുദ്ധിമുട്ടുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരെ ചിലർ വിദേശത്തൊക്കെ ഉണ്ട്. അതുപോലെ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തുണ്ട്. പ്രിയകുട്ടികളെ ദൈവം കാത്ത് പരിപാലിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ജോലി ചെയ്യുന്ന മക്കൾ, നേഴ്സുമാരെ നമുക്ക് പ്രാർത്ഥിക്കാൻ നോക്കാം. രോഗാവസ്ഥയിൽ കഴിയുന്നവർ, അതുപോലെ വാർദ്ധക്യത്തിന്റെ ക്ഷീണതയിൽ അനുഭവിക്കുന്ന പ്രിയ മക്കളുണ്ട്. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്ന സൗഖ്യം പ്രാപിച്ചു വരുന്ന പ്രിയപ്പെട്ടവരുണ്ട്. പഠിക്കുന്ന നമ്മുടെ മക്കളുണ്ട്. ഈ ക്ലാസ്സൊക്കെ ആരംഭിച്ചിരിക്കുന്നു. ഉപരിപഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന മക്കളുണ്ട്. സാമ്പത്തികമായി ക്ലേശിക്കുന്നവരുണ്ട്. ജോലി സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരുണ്ട്. എല്ലാവരും ഓർത്തുകൊണ്ട് പ്രാർത്ഥന. നമ്മുടെ ദൈവം വിശ്വസനായ ദൈവമാണ്. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. കർത്താവ് എല്ലാവരും ആദരിച്ചിട്ടുണ്ട്. ദൈവമായ കർത്താവ് നീ വിടുവിക്കണമേ. ഞങ്ങളുടെ സൃഷ്ടിയെ ദൈവമേ, ഈ സൃഷ്ടിയെ നീ വീണ്ടെടുക്കുന്ന ദൈവമാണ്. ഈ സൃഷ്ടിയുടെ കരക്ക് നീ കേൾക്കുന്ന ദൈവമാണ്. കർത്താവെ നീ കരുണ കാണിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന മനോഹരമായ പ്രപഞ്ചത്തെ കാത്തു സൂക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്നു, വചനം നമ്മെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് കർത്താവെ ഈ പ്രകൃതിക്കെതിരായോ ദൈവത്തിനെതിരായോ പ്രവർത്തിക്കാനും ജീവിക്കാനും ഇടയാകരുത്. ഒരു നീതിയോടുകൂടെ കർത്താവെ ജീവിക്കാനായിട്ട് നമ്മളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മൾ ദൈവം നിറയ്ക്കേണ്ടതായ പ്രാർത്ഥനയോടോ കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും ദൈവസന്നിധിയിൽ നമുക്ക് ഓർക്കാം. കൃത്യമായി നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾക്ക് നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. അവിടെയൊക്കെ വളരെയധികം രോഗികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. നമ്മുടെ ലോകത്തെ പ്രാർത്ഥനയിൽ ഓർക്കാം. ഇതിനോ രോഗികൾക്ക് വർദ്ധിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് കർത്താവെ നീ ഒരു അത്ഭുതം ചെയ്യുക, അടയാളം ചെയ്യുക, മതിയായ ദൈവമാണ്. ഇത് ചെയ്യണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധൻ കരുണയുള്ളവനുമായ നമ്മുടെ ദൈവമേ, അവിടുത്തെ രക്ഷമാർഗമായി ക്ഷണിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്ന ദൈവമാണല്ലോ. അപ്പൻ മക്കളോട് കരുണ തോന്നുന്നതുപോലെ തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്ന ദൈവം. പുരുഷാരത്തെ കണ്ടവരുടെ മനസ്സറിഞ്ഞ ദൈവമാണല്ലോ. കർത്താവെ ചെറിയവരും ചിതറിയവരും കുഴഞ്ഞവരുമായി കണ്ടിട്ട് അവരോട് കരുണ കാണിച്ച ദൈവമാണ്. ദൈവമായ കർത്താവേ, ഈ ആപത്ത് നാളുകളിൽ ദൈവമേ ലോകത്തെ മനുഷ്യവർഗത്തോട് നീ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ മനസ്സറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യന്റെ എല്ലാവിധമായിരിക്കുന്ന ദുഷ്ടഹൃദയവും മാറ്റി ദൈവമേ, വക്രഹൃദയവും മാറ്റി എല്ലാ കഠിനമായ ഹൃദയത്തെയും മാറ്റി ദൈവമേ നീ നിന്റെ മക്കൾക്ക് ദൈവമേ വിനീതമായ ഹൃദയത്തെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയൊരു ഹൃദയത്തെ അവർ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. പുതിയൊരു ആത്മാവിനെ ഉള്ളവരെ ആക്കണമേ എന്ന് ദേശം പഴയ സ്വസ്ഥതയിലേക്ക് സമാധാനത്തിലേക്ക് മടങ്ങി വരിക. മരുഭൂപ്രദേശവേദത്തോടെ പോലെ ആയിത്തീരുക. ദൈവമായ കർത്താവേ നീ രൂപാന്തരപ്പെടുത്തുന്ന ദൈവമാണല്ലോ. അതുകൊണ്ട് കർത്താവ് ഈ സൃഷ്ടിയുടെ ഞരക്കത്തെ കേൾക്കുന്ന ദൈവമാകുന്നത് സ്തോത്രം. കർത്താവിന്റെ അവിടുന്ന് അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം ദൈവം അനുഗ്രഹിച്ച് ആശീർവദിച്ചാൽ ആവശ്യങ്ങളിൽ മക്കളെ സഹായിക്കണം. ക്ഷീണരെ അവിടുന്ന് ബലപ്പെടുത്തണം. സാമ്പത്തികമായി ക്ലേശിക്കുന്നവർ വഴികളും ആളുകൾ തുറക്കണം. ജോലി സംബന്ധമായ പ്രശ്നമുള്ളവർക്ക് അവിടുന്ന് വഴികളെ പൊതുവഴികളെ തുറക്കണമേ. ദൂരദേശങ്ങളായ മക്കളെ സംരക്ഷിച്ചുകൊള്ളണം. അവരായിരിക്കുന്ന ഇടങ്ങളിലെ ക്ഷേമത്തോടെ ദൈവത്തെ കാത്തുകൊള്ളണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവയുടെ പേരുള്ള ഞങ്ങളുടെ കർത്താവിന്റെ നേഴ്സുമാരെ ഓർത്തി പ്രാർത്ഥിക്കുന്നു. സഹോദരിമാരെ ദൈവമേ, വളരെ ആപത്തുകൾ നിറഞ്ഞ ചുറ്റുപാടുകൾ ജോലി ചെയ്യുന്നുണ്ട്. ദൈവമേ ദൂതന്മാരുടെ കാവലും പരിപാലനവും ഓർത്ത് നൽകണം. ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം ദൈവം അനുഗ്രഹിച്ചാൽ
സ്വർഗസ്ഥനായ പിതാവേ, പിതാവും പരിശുദ്ധാത്മാവുമേ, രാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് തള്ളരുതേ, ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. വിശ്വാസമുള്ള ഹൃദയങ്ങളോടെ പിതാവിന്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും സകലത്തെയും പുതുതാക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സംസർഗവും സഹവാസവും ഉണ്ടാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും ഇപ്പോഴും എല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ. ആരാധനയോടുകൂടി 180 കീർത്തനം പാടാം. കീർത്തനം 180. കർത്താവ് നമ്മോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനമായി ഇരിക്കാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.